ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് നല്ലവണ്ണം പരിചയം ഉണ്ടാകും. ഉച്ചയ്ക്ക് ഒരു അദ്ദേഹം 2 ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നു. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം, സങ്കടകരമായ അനുഭവം, അത് പറഞ്ഞപ്പോൾ വളരെയധികം മനസ്സിന് സങ്കടം തോന്നി. നിങ്ങൾ ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഞാൻ പാത്രമൊക്കെ കഴിയാല ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ ഇത് കുടിക്കാൻ വേണം വെച്ചു. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല, അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കരുത്, അത് സങ്കടം അതൊന്നും വേറെ തന്നെയാണ്. ഈ സുരേഷ് ചേട്ടനെ അറിയാത്തവരായിട്ടും കേൾക്കാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുന്ന ആള് തന്നെയാണ്. ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹത്തിനുണ്ടായ ഈ അനുഭവം. അദ്ദേഹം തിരുവനന്തപുരമുള്ള ഒരു അധ്യാപകന്റെ വീട്ടില് പാമ്പിനെ പിടിക്കാൻ വേണ്ടി രാവിലെ 11 മണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണി വരെ കഷ്ടപ്പെട്ട് ക്ഷീണിതനായിട്ട് ആ വീട്ടുകാരോട് കുറച്ച് വെള്ളം ചോദിച്ചു. ആ കൊടുത്ത വെള്ളം കുടിക്കാൻ നേരത്ത് സുരേഷ് ചേട്ടനോട് ആ വീട്ടിലെ ജോലിക്കാരൻ പറഞ്ഞ്, സുരേഷ് ചേട്ടൻ ആ വെള്ളം കുടിക്കണ്ട, ആ ബാത്റൂമിലെ കപ്പിലാണ് ആ വെള്ളം കൊടുന്നു തന്നിരിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് പാമ്പിനേക്കാൾ വിഷമുണ്ട് എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പാവം ആ കരഞ്ഞുകൊണ്ട് ആ പറയുമ്പോൾ ആ ഉള്ളില് എത്രമാത്രം നീറുന്നുണ്ട് എന്നുള്ളത് ഏത് കാണുന്ന മനുഷ്യത്വമുള്ളവനക്ക് മനസ്സിലാകും. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ചില ആളുകള് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലൊക്കെ ആളുകളെ വേർതിരിച്ച് നിർത്തുന്ന മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള കുറച്ച് ബോധെങ്കിലും വേണം.